ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. മക്കളെ, നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിലേക്ക് 8 മാർക്കിന് വരും എന്നുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതല്ലാതെ നിങ്ങൾ പഠിക്കേണ്ട മുഴുവൻ ചോദ്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിന് 80-ൽ 70 മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരുന്നത്. ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് വേണോ, ആൻസറും കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാറ്. പിന്നെ ഇതേപോലെ ബിസിനസ് സ്റ്റഡീസിന് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത്, 2 മാർക്കിൻ്റേത് വേണോ, 3 മാർക്കിൻ്റേത് വേണോ, 1 വേർഡ്സ് വേണോ എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ അതനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. സോ ഇതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. കാരണം നമുക്കിവിടെ 2 ആൻസർ ചെയ്യാനുണ്ട്. സോ 16 മാർക്ക് കിട്ടും നമുക്ക് പാസ് മാർക്ക്. പിന്നെ 1-2 ക്വസ്റ്റ്യനും കൂടി ആയിരിക്കും പാസ് മാർക്ക് നമുക്ക് അവിടെ സെറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോകണം. 8 മാർക്കിന് വരാകുന്ന ഒരു ചോദ്യമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് തന്നിട്ട് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തായാലും 8 മാർക്കിന് ചോദിക്കാം. പിന്നെ ഒരു ഷോർ ക്വസ്റ്റ്യൻ ആണ് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ്. ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തായാലും പഠിക്കണം. എവറിത്തിങ് അണ്ടർ വൺ റൂഫ്, അത് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, അതിൻ്റെ ഫീച്ചേഴ്സും മെറിറ്റ്സും. എവറിത്തിങ് അണ്ടർ വൺ റൂഫ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് ആണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. പിന്നെ 8 മാർക്കിലേക്ക് വരാവുന്നത് സെയിം തന്നെ പിന്നെയും ചോദിച്ചിരിക്കുന്നു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ. അതല്ല, ബിസിനസ്സിൻ്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സും, ബിസിനസ്സിന് പല ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ, അത് പഠിക്കണം. പിന്നെ പ്രിൻസിപ്പിൾസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ explain the types of industries with the help of a chart. ഇൻഡസ്ട്രീസ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി വരുന്നുണ്ടല്ലോ, അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ചാർട്ട് ചോദിക്കാം. ദെൻ അതുപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചറും നിങ്ങൾ 8 മാർക്കിലേക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ദെൻ ഇൻഡസ്ട്രി, അതിൻ്റെ കാറ്റഗറീസ് സെയിം ക്വസ്റ്റ്യൻ തന്നെ. എന്താണ് പ്രൈവറ്റ് കമ്പനി, പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക് കമ്പനിക്കാട്ടുള്ള പ്രിവിലേജസ് എന്തൊക്കെയാണ്, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. പ്രിവിലേജസ് ചോദിക്കാറുണ്ട്, പഠിക്കണം. ഓക്കെ, ദെൻ അടുത്തതാണ് പിന്നെ നമ്മൾ പഠിക്കുന്നത് കൊമേഴ്സ് എന്താണ്, കൊമേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്താണ്. പലതരത്തിലുള്ള ഹിൻഡ്രൻസസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് കൊമേഴ്സിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഏതൊക്കെയാണ് ഹിൻഡ്രൻസസ് എന്ന് പഠിക്കണം. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതിൻ്റെ കണ്ടൻസ് എന്താണ്. നിങ്ങൾ ഈ ഫങ്ഷൻസും അങ്ങനെയുള്ള പോയിന്റ്സ് തരുമ്പോൾ ഉള്ള പോയിന്റ് ഏത് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ, എന്നാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ദെൻ ഇലിസ്ട്രേറ്റ് ദ വേരിയസ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ അതേപോലെ തന്നെ സെൽഫ് സർവീസ് ഏതിലുള്ളത്, സൂപ്പർ മാർക്കറ്റ്സിലാണ് സെൽഫ് സർവീസ് ഉള്ളത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തവണ ചോദിച്ചിട്ടുള്ളത് നോക്കാം, ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് പ്രിൻസിപ്പിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സിന് റീറ്റെയിലേഴ്സ് കൊടുക്കുന്ന സർവീസസ് എന്താണ്, അതുപോലെ ഹോൾസെയിലേഴ്സ് കൊടുക്കുന്ന സർവീസസ് എന്താണ്, അത് നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് എന്താണ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും, പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസും, ഹോൾസെയിലേഴ്സ് കൊടുക്കുന്ന സർവീസസും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. 8 മാർക്കിൻ്റെ ചോദ്യം ഏകദേശം എല്ലാ വർഷങ്ങളും പല വർഷങ്ങളുമായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8 മാർക്കിന് 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 16 മാർക്ക് നിങ്ങൾക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് കൂടി ചെയ്യണമെന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ ആൻസറും ചെയ്യാം. ദെൻ മക്കളെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒരു ദിവസം 3-ലധികം വീഡിയോസ് വരുന്നുണ്ടാവും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചാനൽ പേജ് കയറി നോക്കാം, നമ്മുടെ ഷോർട്ട് സെക്ഷൻ നോക്കാം. അവിടെ നമ്മൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിലും താഴെ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്.